സ്വന്തം അച്ഛൻ്റെ കാലൊച്ച കേട്ടാൽ ഉള്ളിൽ പേടി, പിന്നെ അമ്മയെ അള്ളിപ്പിടിക്കും. കുഞ്ഞ് കരഞ്ഞാൽ പോലും പ്രശ്നം, പിന്നെ അസഭ്യവർഷം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ ഇഹാൻ തനിക്കെന്തിനാണ് ജന്മം നൽകിയതെന്ന് ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. കുഞ്ഞു ഭക്ഷണം കഴിക്കുന്നത് പോലും കണക്കു പറയുന്ന പിതാവ്. കുട്ടിയെ കൈമുട്ടുകൊണ്ട് അടിവയറ്റിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പുറത്തുവരുന്നത് പ്രതി ഷിജിലിൻ്റെ ക്രൂരതകളാണ്. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഷിജിലിനെ അറസ്റ്റ് ചെയ്തത്. ഭാര്യയോടുള്ള വിരോധം കാരണം കുഞ്ഞിനെ മർദ്ദിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. ഒരാഴ്ചയോളം നീണ്ട പോലീസ് അന്വേഷണത്തിലാണ് 1 വയസ്സുകാരന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങിയത്. കവളാകുളം ഐക്കരവിളാകം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകൻ അപ്പു എന്ന ഇഹാൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ചത്. ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്ന് കുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ആശുപത്രിയിലെത്തിച്ചപ്പോൾ ഇരുവരും പറഞ്ഞത്. കുഞ്ഞിന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നിരുന്നു. ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്തു. ഇതിനിടെ കുട്ടിയുടെ അച്ഛനെതിരെ അമ്മ വീട്ടുകാർ ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചത്. സംഭവത്തിൽ പിതാവ് ഷിജിലിനെതിരെ നിർണായകമായത് ഫോറൻസിക് സർജന്റെ കണ്ടെത്തലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ വയറ്റിൽ ആന്തരിക രക്തസ്രാവമുണ്ടായെന്ന് കണ്ടെത്തിയെങ്കിലും അതിനുള്ള കാരണം തിരിച്ചറിയാനായിരുന്നില്ല. വയറ്റിൽ ക്ഷതമുണ്ടായിരുന്നെന്നും കണ്ടെത്തിയിരുന്നു. സംഭവത്തിന് ശേഷം കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് പലതവണ ചോദ്യം ചെയ്തെങ്കിലും ആദ്യം കാര്യമായ വിവരം ലഭിച്ചില്ല. കുഞ്ഞിന്റെ കയ്യിൽ 3 ആഴ്ചയോളം പഴക്കമുള്ള പൊട്ടലുമുണ്ടായിരുന്നു. ഇത് അറിഞ്ഞില്ലെന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ മൊഴി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 3ാം തവണ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഷിജിൽ കുറ്റം സമ്മതിച്ചത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുഞ്ഞിന്റെ കരച്ചിൽ മൂലം പ്രകോപിതനായി കൈമുട്ടുകൊണ്ട് വയറ്റിലിടിച്ചുവെന്നാണ് ഷിജിലിന്റെ മൊഴി. ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് പിരിഞ്ഞു താമസിച്ചിരുന്ന ഇവർ അടുത്തിടെയാണ് വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയത്. ഷിജിലിനെതിരെ ഗുരുതര ആരോപണമാണ് കൃഷ്ണപ്രിയയും ഉയർത്തുന്നത്. കുഞ്ഞ് കരയുന്നത് ഷിജിലിന് ഇഷ്ടമല്ലായിരുന്നുവെന്ന് ഭാര്യ പോലീസിനോട് പറഞ്ഞു. ഷിജിൽ അടുത്തു വരുമ്പോൾ തന്നെ കുഞ്ഞ് കരയുമായിരുന്നു. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞ് തന്നെ മുറുകെ പിടിക്കുമായിരുന്നു. ഒരിക്കലും സ്നേഹത്തോടെ കുഞ്ഞിനെ വിളിച്ചിരുന്നില്ല. വൃത്തികെട്ട വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നതെന്നും കൃഷ്ണപ്രിയ പറഞ്ഞു. പിന്നെ അപ്പനെന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? നിനക്ക് എന്നെ കാണുമ്പോൾ എന്താടാ ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ അയാളെ കാണുമ്പോൾ ഭയങ്കര പേടിയും ഭയങ്കര കരച്ചിലുമായിരുന്നു. എൻ്റെ മുഖം ഇങ്ങോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എൻ്റെ മുഖത്തിങ്ങനെ ദയനീയമായിട്ട് നോക്കും. എനിക്ക് അറിഞ്ഞൂടെ ആയിരുന്നു രഷീരെന്നായിരിക്കും അത് പറഞ്ഞു തരും. കണക്കിന് ഇയാൾ കൊച്ചിനെ രഹസ്യത്തിൽ ഉപദ്രവിക്കായിരുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഒരു സ്നേഹത്തോടെ അല്ല, വളരെ ക്രൂരമായിട്ടാണ് ആ കൊച്ചിൻ്റെ അടുത്ത് ഇടപെട്ടുകൊടുത്തത്. ഒരു അപ്പൻ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു കുട്ടിയുടെ അടുത്ത് പോലും ഇങ്ങനെ ഇടപെടൂല ഒരിക്കലും. എപ്പോഴും അവൻ്റെ കുറവും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം മകൻ ഈ തെറ്റ് ചെയ്യില്ലെന്നാണ് ഷിജിലിന്റെ മാതാപിതാക്കളുടെ വാദം. ഞങ്ങൾ വന്നത് എന്തുകൊണ്ട് അവൻ അംഗീകരിച്ചില്ല? അവൻ പറയുന്നത് എന്തുകൊണ്ട് പോലീസ് അംഗീകരിക്കുന്നില്ല? അവിടെ വന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 1.5 മാസമായപ്പെട്ട ഒരു കുഴച്ചിലും ഒരു ക്ഷീണവും ഈ കട തന്നെ. അത് തന്നെ ഇവിടെയും കാണിച്ചത്, ഇപ്പോഴും സ്റ്റേഷനിൽ കാണിച്ചതും അതാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്തെന്നോ ഒരിക്കലും ചെയ്യൂല. നിങ്ങൾ തറപ്പിച്ച് പറയാൻ എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. എൻ്റെ മകൻ ഇത് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. എന്ന് പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് കൊച്ചിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ളവനാണ്. പിന്നെ അതുകൊണ്ട് ഇതിനെ ഒന്നേന്നൊന്ന് അന്വേഷണം വേണം ഞങ്ങൾക്ക്. അവരെയും കൂടി ചോദ്യം ചെയ്യുക. സഹോദരിയെയും അവളെ ചേച്ചിയെയും ഭർത്താവിനെ 2 ഭർത്താക്കന്മാരെയും 2 ചേച്ചിമാരെയും അതിനുള്ള നടപടി മുകളിൽ എവിടെ നിന്നായിരുന്നാലും വേണം ഞങ്ങൾക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.